എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലെൻസിന്റെ റേ ഡയഗ്രം വരയ്ക്കുന്നതിന്റെ റൂൾസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. ആരേലും ആ ഒരു വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ റേ ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. അതിന്റെ റൂൾസുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന്റെ റേ ഡയഗ്രം ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. റേ ഡയഗ്രം വരയ്ക്കാൻ ഏതെങ്കിലും കോൺവെക്സ് ലെൻസോ കോൺകേവ് ലെൻസോ, കൂടുതലായിട്ടും കോൺവെക്സിന്റെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. റേ ഡയഗ്രാം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ നോക്കിയേ, ഈ ഒരു ചിത്രം കണ്ടല്ലോ. ഇവിടെ നമ്മൾ അറിയാം ലെൻസ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഏതാണുള്ളത്? ഒപ്റ്റിക് സെന്റർ ആണ്. ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ, ഒപ്റ്റിക് സെന്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ എഫ് എങ്ങനെയാ, ഫോക്കസ് എങ്ങനെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ലെങ്ത് എടുക്കുക, തന്നെ അതിന്റെ അത്രയും തന്നെ 2f ആക്കി എടുക്കുക. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ എഫും 2f എടുക്കുക. ഇനി ഒബ്ജക്റ്റ് നമ്മൾ ഓരോരോ പൊസിഷനിൽ വെക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു, ഒബ്ജക്റ്റ് ബിയോണ്ട് 2f. അതായത് 2f ഇവിടെയാണല്ലോ, ഈ 2fന് പുറകിലായിട്ട് കേട്ടോ. 2fന് പുറകെ അല്ലെങ്കിൽ 2fന് അപ്പുറത്തായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഒബ്ജക്റ്റിനെ നമ്മൾ OB വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ജനറലി നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പഠിക്കാനുണ്ട്, ചെയ്യാനുണ്ട്. എപ്പോഴും ഒബ്ജക്റ്റിനെ നമ്മൾ OB വെച്ചിട്ടാണ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. വേറെ പല പേരുകളൊക്കെ കൊടുക്കാം കേട്ടോ. ജനറലി OB വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം OB ഈസ് എ ഒബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി റേ ഡയഗ്രം വരയ്ക്കുന്ന റൂൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഒരു റേ എന്താണ്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്നു. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന റേക്ക് എങ്ങനെയാണ്? ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, അത് നേരെ അങ്ങനെ പോവാണ്. ക്ലിയർ ആയല്ലോ? ദെൻ മറ്റൊരു റേ എന്താണ്? ലെൻസിലേക്ക് വന്ന് വീഴതിനു ശേഷം എങ്ങനെയാണ് പോകുന്നത്? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു ഇല്ലേ, ഫോക്കസിൽ കടന്നു പോകുന്നു. അപ്പൊ ഈ രണ്ട് റേയും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ. ആ ഒരു പോയിന്റ് കണ്ടോ? രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത്. ഇവിടെയാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ഇമേജ് ആണ് ഇവിടെ IM എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ OB എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? OB എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ആണ്, വസ്തുവാണ്. ദെൻ IM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജ് ആണ് അല്ലെ. ഇമേജ് ആണ് അവിടെ കണ്ടിരിക്കുന്നത്, പ്രതിബിംബമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നോക്കിയേ. ഒബ്ജക്റ്റ് നോക്കിയേ, സൈസ് എങ്ങനെയാന്ന് നോക്കിയേ. ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്ര ഉണ്ട്, വലുതാണ്. അതിനേക്കാളും ചെറിയൊരു സൈസിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഇമേജിന്റെ പൊസിഷൻ എവിടെയാന്ന് നോക്കിയേ. എവിടെയാണ്? Fനും 2fനും ഇടയിലായിട്ടാണ് പൊസിഷൻ അല്ലേ. ദെൻ ആ ഇമേജ് എങ്ങനെയായിരിക്കും? ലെൻസിന്റെ കേസിലാകുമ്പോൾ അപ്പുറത്തെ വശത്ത് നമുക്ക് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ള ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ് അല്ലേ. ദെൻ ആ ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ് ഇല്ല. ഇൻവേർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ തലകീഴായതുമാണ്. ഇത്രയും പ്രത്യേകതകൾ നിങ്ങൾ എഴുതിയിരിക്കണം. ഇങ്ങനെ റേ ഡയഗ്രം വരയ്ക്കുക. റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ആരോ മാർക്കൊക്കെ കൃത്യമായിട്ട് വരച്ചിരിക്കണം കേട്ടോ. അതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പം ബിയോണ്ട് 2f ആണെന്നുണ്ടെങ്കിൽ, 2fന് പ്രൊവസ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ലെൻസ് ഒക്കെ കൃത്യമായിട്ട് വരയ്ക്കുക. ഒരു റേ ഒപ്റ്റിക് സെന്ററിൽ കടന്നു പോകുന്നു, ഒരു റേ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അത് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് കിട്ടൂല. സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. അവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയാലോ? ഇപ്പൊ എന്താണ്? പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? ഇതൊക്കെ എഴുതണം കേട്ടോ. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? ബിറ്റ്വീൻ F ആൻഡ് 2f ഓൺ ദ അതർ സൈഡ് അല്ലെ. മറുവശത്ത് Fനും 2fനും ഇടയിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് Fനും 2fനും ഇടയിൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതണം. ഇനി ഇമേജിന്റെ പ്രത്യേകതകൾ, പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻവേർട്ടഡ് ആണെന്ന് കണ്ടു ഇല്ല. ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ്. പിന്നെന്താണ്? ചെറുതാണ്. ചെറുതിന് നമ്മൾ പറയുന്ന ഡിമിനിഷ്ഡ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്മോളും അങ്ങനെയല്ല പറയുന്നത്, ചെറുത്. ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്ര ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്ര ഉണ്ട്. അതിനേക്കാളും ചെറുതിരിക്കുന്നതിന്, ചെറുതായിട്ടാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന ഡിമിനിഷ്ഡ് എന്നാ പറയുന്നത് കേട്ടോ. ഡിമിനിഷ്ഡ് മീനിങ് ചെറുതെന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ്ഡ് ആണ്, ചെറുത്. ഓക്കെ ആണല്ലോ? നമുക്കറിയാം ഇവിടെ നിന്നാണ് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമേജ് നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇത് ഏത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്, യഥാർത്ഥമായിട്ടുള്ള ഒരു ഇമേജ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് റേ ഡയഗ്രം വരയ്ക്കാൻ. ഇപ്പൊ ഒരു കേസാണ് നമ്മൾ കണ്ടത് കേട്ടോ. 2fന് അപ്പുറം ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ കേസാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പൊസിഷൻസും പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിക്കണം. മനസ്സിലായത്? വരയ്ക്കുമ്പോൾ തന്നെ കിട്ടിക്കോളും. സംഭവങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരച്ചാൽ കിട്ടിക്കോളും കേട്ടോ. ഓക്കെ ആണല്ലോ?
ദെൻ ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇനി അടുത്ത കേസ് എന്താണ്? ഒബ്ജക്റ്റ് അറ്റ് 2f. നേരത്തെ ഒബ്ജക്റ്റ് ഈ 2f പുറകിലായിരുന്നു വരുന്നത്. ഇപ്പൊ എവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? അറ്റ് 2f. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് വരയ്ക്കാം കേട്ടോ. ദെൻ ഒരു റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ്? അത് എവിടെ നിന്ന് ഒപ്റ്റിക് സെന്ററി വന്ന് കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഒപ്റ്റിക് സെന്ററി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കടന്നു പോകും. ഇല്ല, ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ എടുക്കുക കേട്ടോ. ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് അത് കടന്നു പോകും. ഇതിങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇതുമായിട്ട് കറക്റ്റ് ആയിട്ട് വെച്ച് വരയ്ക്കണം കേട്ടോ. ഇനി അടുത്ത റേ എങ്ങനെയാണ്? അടുത്ത റേ ലെൻസിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇല്ല, ഇവിടെ ലെൻസിലേക്ക് വന്ന് വീണു അടുത്ത റേ. ദെൻ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആ റേക്ക്? ദെൻ പിന്നെ ഇവിടുന്ന് എങ്ങനെയാണ്? ഫോക്കസിൽ കൂടെ ഇല്ലേ? ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇല്ലേ? ഫോക്കസിൽ കൂടെ കടന്നു പോകും. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം ആരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആരോ മാർക്ക് നിങ്ങൾ വരച്ചിരിക്കണം. ഇനി അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം പൊസിഷൻ, ഇമേജിന്റെ പൊസിഷൻ കണ്ടല്ലോ. ആ ഇമേജ് ഏതാണ്? IM എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു പ്രത്യേകതകളൊക്കെ നമുക്ക് എഴുതാം. പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? എവിടെയാണ് ഉണ്ടായത്? 2f തന്നെ ഇല്ലേ? അറ്റ് 2f. എവിടെയാണ് ഇമേജ് ഉണ്ടായത്? പ്രതിബിംബത്തിന്റെ സ്ഥാനം 2f ഇല്ലേ? പ്രതിബിംബത്തിന്റെ സ്ഥാനം 2f. ഇത് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രത്യേകതകളാണ് ഇമേജിനുള്ളത്? ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെ? അതായത് എന്താണ്? തലകീഴായതാണെന്ന് പറയാം. പ്രത്യേകതകൾ ഇൻവേർട്ടഡ് ആണ്, അതായത് തലകീഴായത്. പിന്നെ എന്താണ് അടുത്തത് വന്നിരിക്കുന്നത്? ഇനി അതിന്റെ സൈസ് നോക്കിയേ. സൈസ് ഓഫ് ദി ഇമേജ് എങ്ങനെയാന്ന് വന്നിരിക്കുന്നത്? നോക്കി, ഇതേ സൈസ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അല്ലേ? ഒരേ സൈസ് തന്നെയല്ലേ? കാണുമ്പോൾ അറിയാലോ, ഒരേ സൈസുള്ള ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാകും. നിങ്ങൾ സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ ലൈനൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം സൈസ് എങ്ങനെയാണ്? സെയിം സൈസ് ആണ് കേട്ടോ, സെയിം സൈസ്. അപ്പൊ എങ്ങനെ പറയാം? ഒരേ വലിപ്പം എന്ന് പറയാം അല്ലെ? ഒരേ വലിപ്പം നമുക്ക് പറയാം, ഒരേ വലിപ്പം. ദെൻ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഇമേജ് എങ്ങനെയാ? റിയൽ ഇമേജ് ആണല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. അതായത് റിയൽ ഇമേജ് ആണ്, അല്ലെങ്കിൽ എന്താണ്? യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. ആദ്യമേ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ആയിരുന്നു, പിന്നെ 2f വന്നു. 2f വന്നപ്പോൾ സെയിം സൈസ് ആണ്, ഇൻവേർട്ടർ ആണ്, റിയൽ ആണ്. ഇമേജ് ഉണ്ടാകുന്നത് 2f തന്നെ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കിയേ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f ആൻഡ് 2f. ഇനിയിപ്പോ എവിടെ വന്നു? നമ്മളിപ്പോ 2f കണ്ട. ഇനി എന്താണ് ഒബ്ജക്റ്റ്? f-നും ഒപ്പം 2f-നും ഇടയിൽ, അല്ലെങ്കിൽ 2f-നും f-നും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. OB ക്ലിയർ ആയ? ലോറിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. പെൻസിൽ വന്ന് വീഴുന്നുണ്ട്, ഫോക്കസിൽ കൂടെ പോകുന്നുണ്ട്. അടുത്ത ലൈൻ എങ്ങനെയാണ്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരയ്ക്കും. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഒപ്റ്റിക് സെന്റർ കണ്ടല്ലോ എവിടെയാന്ന്? കറക്റ്റ് ആ പോയിന്റിൽ കൂടെ തന്നെ കടന്നു പോകണം കേട്ടതായി. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നുപോയി റേ ഓഫ് ലൈറ്റ്. ഇതാ നോക്കി, എവിടെയാണ് ജോയിൻ ചെയ്തതാ? ഇവിടെ അല്ലേ? ഇതാണ് ജോയിൻ ചെയ്ത പോയിന്റ് അല്ലേ? ഇവിടെയാണ് ജോയിൻ ചെയ്ത, ഇവിടെയാണ്. അപ്പം ഇമേജ് അവിടെ ഉണ്ടായി. IM ഉണ്ടോ? ഇമേജ് ഉണ്ടായത് കണ്ടല്ലോ. IM ആണ് ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എവിടെയാണ് ഇമേജ് ഉണ്ടായത്? ബിയോണ്ട് 2f ആണ് അല്ലേ? ബിയോണ്ട് 2f ആണ്. 2f-ന് അപ്പുറത്താണ് ഇമേജ് ഉണ്ടായത്. ഇമേജ് ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞതാണ്. ഇതിന്റെ സൈസ് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതാണ് സൈസ്. ഇതിനേക്കാളും എങ്ങനെയാണ്? വലുതാണ് അല്ലേ? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടായത്. ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് എഴുതാലോ, പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ബിയോണ്ട് 2f അല്ലേ? 2f-ന് അപ്പുറം എന്ന് പറയാം അല്ലേ? പ്രതിബിംബത്തിന്റെ സ്ഥാനം 2f-ന് അപ്പുറം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ് അല്ലേ? ഇൻവേർട്ടഡ് ആണ്, അതായത് തലകീഴായത്. പിന്നെന്താണ്? നമുക്കറിയാം അതിന്റെ സൈസ് എങ്ങനെയാണ്? എൻലാർജ്ഡ് ആണ് അല്ലേ? എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ വലുതെന്ന് പറയാം. വലുതാണ്. ഒബ്ജക്റ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്യുന്നു കേട്ടോ. ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ വലുതാണ്. പിന്നെന്താണ്? റിയൽ ഇമേജ് അല്ല, സ്ക്രീൻ വെച്ചാൽ കിട്ടുന്നതല്ലേ. അപ്പൊ എന്താണ്? യഥാർത്ഥമായിട്ടുള്ള ഇമേജും ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആയല്ലോ? ദെൻ നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത നോക്കിയേ, ഒബ്ജക്റ്റ് അറ്റ് f-ലാണ്. വസ്തു f-ൽ വന്നു. നമ്മൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തേ? 2f-ന് അപ്പുറം വെച്ചു, പിന്നെ 2f-ൽ വെച്ചു, പിന്നെ 2f-നും f-ന്റെ ഇടയിലും വെച്ചു, പിന്നെന്താണ്? f-ൽ വെച്ചു അല്ലേ? ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ അടുത്ത റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ്? ഇവിടെ വന്ന് ലെൻസിലേക്ക് വീഴും അല്ലേ? ലെൻസിലേക്ക് വീഴുന്നുണ്ട്. ഓക്കെ ആണല്ലോ?
ദെൻ പിന്നെ എങ്ങനെയാണ് ലെൻസിൽ നിന്ന് എങ്ങനെയാണ് ഫോക്കസിൽ കൂടെ പോകണം അല്ലേ? ഇതാണ് ഫോക്കസ്. കണ്ടോ? ഫോക്കസിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോവാണ്. മനസ്സിലായോ? ഫോക്കസിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഇങ്ങനെ പാരലായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇമേജിന്റെ പൊസിഷൻ നമുക്ക് എവിടെ എങ്ങനെ പറയാം? ഇതിങ്ങനെ പാരലായിട്ട് പോവുകയാണ്. കുറെ ദൂരം ഇങ്ങനെ പാരലായിട്ട് പോകുമ്പോൾ എവിടെയോ ഏതോ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല, കുറെ ദൂരം ഇങ്ങനെ പാരലായിട്ട് റേസ് ഇങ്ങനെ സഞ്ചരിച്ചിട്ട് എവിടെയോ ഒരു പർട്ടിക്കുലർ പോയിന്റ് കുറെ ദൂരം നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഇൻഫിനിറ്റി നമുക്ക് പറയാം. അപ്പം ഒരു ഇൻഫിനിറ്റിയിൽ അത് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് പൊസിഷൻ ഓഫ് ദി ഇമേജ് നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും? സൈസ് ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും? നമ്മളത് ഇവിടെ കണ്ടു. ഇതിവിടെ ജോയിൻ ചെയ്തപ്പോ തന്നെ എങ്ങനെയാണ്? ലാർജ് സൈസ് ആണ്. അപ്പൊ ഇൻഫിനിറ്റിയിലാവുമ്പോൾ എങ്ങനെയായിരിക്കും സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എൻലാർജ്ഡ് സൈസ് ആയിരിക്കും, ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, വലിയൊരു ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് തന്നെയായിരിക്കും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഒരുപാട് വരയ്ക്കാൻ പറ്റില്ല. അങ്ങ് പാരലായിട്ട് പോവാണ്. പാരലായിട്ട് പോയിട്ട് എവിടെയോ ഏതോ പർട്ടിക്കുലർ പോയിന്റ് വന്നു കഴിയുമ്പോൾ അത് ജോയിൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോൾ, എഫിൽ ഇരിക്കുമ്പോൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? ഇൻഫിനിറ്റി എന്ന് പറയാം കേട്ടോ. ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അനന്തതയിൽ എന്ന് പറയാം കേട്ടോ. അനന്തതയിൽ, അനന്തതയിൽ എന്ന് പറയാം. ഇനി നേച്ചർ ഓഫ് ദി ഇമേജ് എങ്ങനെ പറയാം? റിയൽ ആണ് കേട്ടോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയാം കേട്ടോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. തലകീഴായതും ഇല്ലേ? തലകീഴായതും അതുപോലെ തന്നെ യഥാർത്ഥവുമായിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? സൈസ് ഓഫ് ദി ഇമേജ് നമുക്ക് എങ്ങനെ പറയാം? ഹൈലി എൻലാർജ്ഡ് ആണ് കേട്ടോ. കാണാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? വലുതാണ്, അത് ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാം കേട്ടോ. ഒരുപാട് വലുതാണ് കേട്ടോ. വലുതെന്ന് തന്നെ പറയാം കേട്ടോ. ഹൈലി എൻലാർജ്ഡ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് എഫിലിരിക്കുമ്പോൾ. പൊസിഷൻസ് മനസ്സിലായല്ലോ? നമ്മൾ ബിയോണ്ട് 2F വെച്ചു, 2Fൽ വെച്ചു, ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ചു, then Fൽ വെച്ചു. നമ്മൾ അടുത്ത ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ നോക്കുക. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എവിടെയാണ്? എഫ് ആൻഡ് ദ ലെൻസ്. വസ്തു എഫിനും ലെൻസിനും ഇടയിൽ വെക്കുവാണ്. മനസ്സിലായല്ലോ? വസ്തു എവിടെയാണ്? എഫിനും ലെൻസിനും വേണം. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ബിയോണ്ട് 2F, ദെൻ 2Fൽ വന്നു, ദെൻ പിന്നെ എന്താണ്? ബിറ്റ്വീൻ 2F ആൻഡ് F കണ്ടു, പിന്നെ അവിടെ Fൽ വെച്ചു. ഇനി അടുത്ത പൊസിഷൻ ഏതാണ്? എഫിനും ഒപ്റ്റിക് സെന്റർ ഉണ്ടല്ലോ, ഇത് പ്രകാശയക്ഷം, അവിടെ എഫിനും ലെൻസിനും ഇടയിൽ നിന്നാണ്. ലെൻസിന് എന്ന് പറയുമ്പോൾ ഈ ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് വെക്കുന്നത്. കണ്ടോ? ഒബ്ജക്റ്റ് ഇതാ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാന്ന് നോക്കിയേ, എന്തേന്ന് നോക്കിയേ? ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഇവിടെ വന്ന് വീണു, അതിങ്ങനെ പോയി. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോയി. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നോക്കിയ ലെൻസിലൂടെ കടന്നു പോകുന്ന റേസ് എങ്ങനെയാണ് പോകുന്നിരിക്കുന്നത്? അത് അകന്നാണ് പോയിരിക്കുന്നത് അല്ലേ? അകന്നാണ് പോയിരുന്നത്. അത് ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഇവിടെ എങ്ങനെയാണ്? അകന്നാണ് പോയിരിക്കുന്നത്. അപ്പൊ ലെൻസിന്റെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ പുറകോട്ട് അങ്ങ് നീട്ടി വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റും. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിഞ്ഞപ്പോ പറഞ്ഞായിരുന്നു കോൺവെക്സ് ലെൻസിന് എങ്ങനെയാണ് വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതായത് എങ്ങനെയാണ്? ആ ലെൻസിന്റെ അവിടെ തന്നെ നമുക്ക് ഇമേജ് കാണാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ്? ഒബ്ജക്റ്റ് എഫിനും ലെൻസിന്റെ ഇടയിൽ, അതായത് ലെൻസിനോട് നല്ലവണ്ണം അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെൻസിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഇമേജ് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയാലും? അപ്പൊ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഏതാണ്? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇമേജ് ഉണ്ടാകുന്നത്. IM കണ്ട, ഇതാണ് ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? വസ്തുവിന്റെ അതേ വശത്ത് തന്നെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇറക്റ്റ് ആണ് അല്ലെ? ഇറക്റ്റ് എന്ന് വെച്ചാൽ നിവർന്ന നേരെ തന്നെയല്ലേ ഇമേജ്? ഇറക്റ്റ് ആണ്. ദെൻ വെർച്വൽ ആണ്, മിഥ്യ ഇമേജ് ആണ്, സ്ക്രീനിലല്ല കിട്ടുന്നത്. ആ ലെൻസിനുള്ളിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഇമേജ് കാണാൻ സാധിക്കും. നമ്മളെ മാഗ്നിഫൈ ലെൻസ് ഒക്കെ ഇല്ലേ? ക്ലിയർ ആണെന്നല്ലോ? മാഗ്നിഫൈ ലെൻസ് എങ്ങനെയാണ്? നമ്മൾ അടുപ്പിച്ച് പിടിച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റുന്നത്. അക്ഷരങ്ങളൊക്കെ നമ്മൾ വായിക്കണമെങ്കിൽ കാണാൻ പറ്റുന്നത്. അതേ സിറ്റുവേഷൻ ആണ്. വലുതായിട്ടല്ല കാണുന്ന അക്ഷരങ്ങൾ. മാഗ്നിഫൈ ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്, നമുക്കറിയാം അല്ലേ? കോൺവെക്സ് ലെൻസ് ആണെന്നറിയാം. അപ്പൊ നമ്മൾ അക്ഷരങ്ങളൊക്കെ കാണണമെങ്കിൽ അടുപ്പിച്ചാണ്, അതായത് ഫോക്കസിനും ലെൻസിന്റെയും ഇടയിലാണ് നമ്മൾ ആ അക്ഷരങ്ങൾ വെക്കുന്നത്. അപ്പോഴാണ് അത് എൻലാർജ് ആയിട്ട് കാണാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? പിന്നെ സൈസ് എങ്ങനെയാണ്? എൻലാർജ്ഡ് ആണ് അല്ലെ? എൻലാർജ്ഡ് ആയിട്ടുള്ള സൈസ് ആണ് ഇമേജ്, അതായത് വലുത് അല്ലേ? സൈസ് അവിടെ വലുതാണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം, അതായത് ലെൻസിനും ഫോക്കസിനും അടുത്ത്, അതായത് ലെൻസിനോട് നല്ലോണം അടുത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ്, കോൺവെർജൻസിനെ സംബന്ധിച്ചുള്ള അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? ഇറക്റ്റ് ആയിരിക്കും, നിവർന്ന ഇമേജ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്? വെർച്വൽ അല്ലെ, മിഥ്യയും ആയിരിക്കും. ബാക്കി എല്ലാ സിറ്റുവേഷനിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് അല്ലെ, യഥാർത്ഥവും അതുപോലെ തന്നെ തലകീഴായതായിട്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്ന മാഗ്നിഫൈങ് ഗ്ലാസ് ഞാൻ പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ്? മാഗ്നിഫൈങ് ഗ്ലാസിന്റെ കേസിൽ. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്, സ്ക്രീനിൽ നമുക്ക് ഇമേജിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ കേസിലുള്ള റേ ഡയഗ്രാം എന്ന് പറയുന്നത്. എത്ര സിറ്റുവേഷൻസ് ഉണ്ട്? ബിയോണ്ട് 2f നമ്മൾ കണ്ടുല്ലേ, ബിയോണ്ട് 2f ഉണ്ട്. ദെൻ പിന്നെ എവിടെ വെച്ചു? 2f വെച്ചു അല്ലെ. പിന്നെന്താണ്? ബിറ്റ്വീൻ അല്ലെ, ബിറ്റ്വീൻ 2f ആൻഡ് f. ഇതിങ്ങനെ നോക്കിച്ചാ ബിറ്റ്വീൻ 2f ആൻഡ് f. പിന്നെ ഇവിടെ f വെച്ചു അല്ലെ, f വെച്ചു. പിന്നെ എവിടെയാണ്? ബിറ്റ്വീൻ f ആൻഡ് o എന്ന് പറയാം, ഒപ്റ്റിക് സെന്ററിനും ഇതിനും ഇടയിൽ. അപ്പൊ ഈ ഒരു 5 സിറ്റുവേഷൻസിലാണ് വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ എന്താണ് വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നുള്ളൂ, വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നുള്ളൂ. തരാമല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സൈസും ഒക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ചെറിയ ചെറിയ സൈസ് ആയിരുന്നു, പിന്നെ വലുതായി വലുതായി വന്നിട്ട് ലാർജ് സൈസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ എഫിനും ലെൻസിനും ഇടയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Here do the light rays coming from the object and passing through the lens passes through the common point. common പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല അല്ലെ. Are the light rays coming from the object diverging? അല്ലെ, വസ്തുവിൽ നിന്ന് പ്രകാശരശ്മികൾ അകന്നല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് ലെൻസിന്റെ മറുവശത്ത് നിന്ന് വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കും, മാഗ്നിഫൈ ലെൻസിന്റെ കേസ്. അപ്പൊ ഇങ്ങനെ ലഭിക്കുന്ന എന്താണ് പ്രതിബിംബം എങ്ങനെയാണ്? മിഥ്യയാണ്, അതായത് വെർച്വൽ ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇവിടെ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം കേട്ടോ. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റും ഓരോന്നും ബിയോണ്ട് 2f ആകുമ്പോൾ എഫിനും 2fനും ഇടയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഡിമിനിഷ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. അറ്റ് 2f ഇമേജും 2f തന്നെയാണ് ഉണ്ടാകുന്നത്, സെയിം സൈസ് ആണ്, ഇൻവേർട്ടഡ് ആണ്. അപ്പൊ അത് ഓർത്തണം കേട്ടോ. 2f ആയിരിക്കുമ്പോഴാണ് എന്താണ് 2f തന്നെ ഇമേജും ഉണ്ടാകുന്നുണ്ട്, സെയിം സൈസ് കേട്ടോ. ബാക്കിയെല്ലാം ഇൻവേർട്ടറും റിയൽ ആണ്, സെയിം സൈസ് ആണ്. പിന്നെ എഫിനും 2fനും ഇടയിൽ വരുമ്പോഴാണ് ബിയോണ്ട് 2f. പിന്നെ അങ്ങോട്ട് പോവുകയാണ്, റൈറ്റിലേക്ക് പോവുകയാണ്, ബിയോണ്ട് 2f അത് വലുതായിരിക്കും. പിന്നെ അറ്റ് എഫ് ഫോക്കസിൽ വരുമ്പോഴാണ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള, ഹൈലി മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകുന്നത്. ഇൻഫിനിറ്റിയിലാണ് അതുണ്ടാകുന്നത്, അനന്തതയിൽ എന്ന് പറയാം കേട്ടോ. ബിറ്റ്വീൻ എഫ് ആൻഡ് എഫിലാണെങ്കിൽ സെയിം സൈഡ്, ഫസ്റ്റ് ഇരിക്കുന്ന ലെൻസിന്റെ അതേ വശം തന്നെ ഉണ്ടാകുന്നുണ്ട്, അത് എൻലാർജ്ഡ് ആണ്, ഇറക്റ്റ് ആണ്. അപ്പൊ ഈ ഓർഡർ അങ്ങ് ഓർത്തേച്ചാൽ മതി കേട്ടോ. ആദ്യമേ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, ബാക്കി ഇൻവേർട്ടറും റിയലും എല്ലാം ഒരുപോലെ തന്നെ. ലാസ്റ്റത്തെ കേസ് മാത്രം ഇറക്റ്റും വെർച്വലും വരുന്നതെന്ന് ഓർത്തേച്ചാൽ മതി. ഡിമിനിഷ്ഡ്, പിന്നെ സെയിം സൈസ്, പിന്നെ വലുതായി, പിന്നെ ഏറ്റവും വലുതായി. പിന്നെ എവിടെയാണ്? ലാസ്റ്റ് സിറ്റുവേഷനിലും ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ്. ഇവിടെ ഉണ്ടാകുന്ന ഫോക്കസിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അത് മാഗ്നിഫൈഡ് ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഇതേ പറഞ്ഞ കാര്യം കോൺവെക്സ് ലെൻസിന്റെ കാര്യം തന്നെ നമുക്ക് കോൺകേവ് ലെൻസിലും ഉണ്ട്. കോൺകേവ് ലെൻസ് നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല, ഒറ്റ ഒരു പോയിന്റ് മാത്രം ഓർത്തേച്ചാൽ മതി. നമ്മളിപ്പോ 5 സെക്ഷനിൽ ഒബ്ജക്റ്റ് വെക്കുന്നതിന്റെ കോൺവെക്സ് ലെൻസിന്റെ കണ്ടല്ലോ, അപ്പൊ അതൊന്നും വേണ്ട. ഇതിന്റെ എല്ലാം ഒരുപോലെ തന്നെയാണ് കോൺകേവ് ലെൻസിന് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയേ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f എവിടെ ഇരുന്നാലും ഒബ്ജക്റ്റ് ഈ ലെൻസിന്റെ ഏതൊരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും അവിടെ സംഭവിക്കുന്ന ഈ ഒറ്റ ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് എഫിനും 2fനും ഇടയിൽ നിന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബിയോണ്ട് 2f അല്ലെങ്കിൽ 2f എവിടെ ഇരുന്നാലും ഈ സംഭവം തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അതാണ് നോക്കിയേ, ഒരു റേ ഓഫ് ലൈറ്റ് കോൺകേവ് ലെൻസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. കോൺകേവ് ലെൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കേട്ടോ. ദെൻ പിന്നെ എന്താണ്? ഒരു റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്നിട്ട് ഇതിന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. ദെൻ അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പൊസിഷനിലാണ് ഇമേജ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടില്ലേ. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പൊസിഷൻ കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. പുറകോട്ട് ഈ ഡോട്ട് ഇട്ട് വരയ്ക്കില്ല, അപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അത് മീറ്റ് ചെയ്യുന്ന, അത് ഈ ഇതില് ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന അതിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇമേജ് ഉണ്ടാകും. അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇമേജ്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? IMEC ഇമേജ് ഏതൊരു പൊസിഷനിലും ഒബ്ജക്റ്റ് ഈ ലെൻസിന്റെ ഏതൊരു പൊസിഷനിലും എന്താണ് ഇരുന്ന് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാകുന്നത് ഇവിടെ തന്നെയായിരിക്കും, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ എന്ന് പറയാം. ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ഓൺ ദ, ഇങ്ങനെ പറയാം, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസ് എന്ന് പറയാം, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസ്.
സെയിം സൈഡ് ഓഫ് ദി ലെൻസ്, ലെൻസിന്റെ സെയിം സൈഡിൽ തന്നെ അല്ലേ. ഇവിടെയൊക്കെ പറയാം എഫിനും ഒയ്ക്കും അല്ലെ, എഫിനും ഒയ്ക്കും ഇടയിൽ അല്ലെ, ഒയ്ക്കും ഇടയിൽ എങ്ങനെയാണ് ലെൻസിന്റെ അതേ സൈഡിൽ അല്ലെ, ലെൻസിന്റെ അതേ സൈഡിൽ നമുക്ക് പറയാം കേട്ടോ, ലെൻസിന്റെ അതേ വശത്ത് അല്ലെ, അതേ വശത്താണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്, തന്നേക്ക് ഇമേജിന്റെ പ്രത്യേകത നോക്കിയേ, സൈസ് എങ്ങനെയാണ്, ചെറുതാണ് അല്ലെ, അപ്പൊ നമുക്ക് പറയാം ഡിമിനിഷ്ഡ് ആണ് അല്ലെ, സൈസ് ചെറുതാണ്, ഡിമിനിഷ്ഡ് അല്ലെ, ചെറുത്. ദെൻ പിന്നെ അതെങ്ങനെയാണ്, ഇൻവേർട്ടഡ് ആണോ അതോ ഇറക്റ്റ് ആണോ, നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഇറക്റ്റ് ആണ് അല്ലെ, ഇറക്റ്റ് ആണ്, അതായത് നിവർന്ന ഇമേജ് തന്നെ അല്ലെ, നിവർന്ന ഇമേജ് തന്നെയാണ്. ഇനി പിന്നെ ലെൻസിന്റെ സെയിം സൈഡ് തന്നെയല്ലേ, സ്ക്രീനിലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എന്താണ് വെർച്വൽ ഇമേജ് ആണ്. കോൺകേവ് ലെൻസിൽ എപ്പോഴും നമുക്കറിയാം വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്, മിഥ്യ. ക്ലിയർ ആയല്ലോ സംഭവം. അപ്പൊ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ കോൺകേവ് ലെൻസിന്റെ കേസിൽ, ഏതൊരു പൊസിഷനിൽ ഓർത്തോളൂ, ഏതൊരു പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരുന്നാലും ഇമേജ് ഉണ്ടാകുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഉണ്ടല്ലോ, അടുത്തൊരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഇനി എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഇവിടെ ഇതിന്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാലും സെയിം കേട്ടോ, അച്ചൂടെ ഇങ്ങോട്ട് മാറി ലെൻസിനോട് ചേർന്ന് നമുക്ക് ഇമേജ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഇതേപോലെ തന്നെ ആയിരിക്കും, അതിന്റെ ഫീച്ചേഴ്സും പ്രത്യേകതകളും ഒക്കെ എന്താണ്, ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏതിന്റെ കേസിൽ, കോൺകേവ് ലെൻസിന്റെ കേസിൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F, അതുപോലെ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് എവിടെയാണെങ്കിലും ഇവിടെയാണ്, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെന്റർ, എഫിനും ഒപ്റ്റിക് സെന്റർ ഇടയിൽ, ഇവിടെ തന്നെയാണ്, അതേ സൈഡിൽ തന്നെ കേട്ടോ, അതും കൂടെ നോട്ട് ചെയ്യൂ കേട്ടോ, സെയിം സൈഡ്, ഓൺ ദ സെയിം സൈഡ് കൂടെ കൊടുത്ത് എഴുതണം കേട്ടോ, ഓൺ ദ സെയിം സൈഡ്, ലെൻസിന്റെ സെയിം സൈഡിൽ തന്നെ കേട്ടോ, ലെൻസിന്റെ അതേ വശത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഇമേജ് ഇവിടുത്തെ, എങ്ങനെയാണ് വെർച്വൽ ഇമേജ് ആണ് അല്ലേ, കോൺകേവ് ലെൻസ് നമുക്കറിയാം വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്, മിഥ്യയാണ് ഉണ്ടാകുന്നത്, ഇറക്റ്റ് ആണ്, ഇൻവേർട്ടഡ് ഒന്നുമല്ല, ഇറക്റ്റ് ഇമേജ് ആണ്, ഡിമിനിഷ്ഡും ആണ്, ചെറുതുമാണ്. ക്ലിയർ ആയാലോ കോൺകേവ് ലെൻസിന്റെ കേസിൽ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ. ഇതേക്കുറിച്ച് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആസ് എ കോൺകേവ് ലെൻസ് ഡൈവേർജ് ലൈറ്റ് റേസ്, ദി ഇമേജ് ഇറ്റ് ഫോംസ് ഈസ് ഓൾവേസ് വെർച്വൽ. നമ്മൾ പറഞ്ഞാണല്ലേ കോൺകേവ് ലെൻസിന്റെ പ്രകാശരശ്മികൾ എങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് പോയെന്ന്, അതുകൊണ്ട് തന്നെ പ്രതിബിംബം എങ്ങനെയായിരിക്കും, മിഥ്യയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എല്ലായ്പ്പോഴും എങ്ങനെ തന്നെയായിരിക്കും, വസ്തുവിന്റെ അതേ വശത്ത് എഫിനും ലെൻസിനും ഇടയിലായിരിക്കും, എഫിനും ലെൻസിനും ഇടയിൽ, ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലെൻസിനും ഇടയിൽ എപ്പോഴും ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. എവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും, ക്ലിയർ ആയാലും, ഇവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും ഏതൊരു പൊസിഷൻ ഒബ്ജക്റ്റ് ഇരുന്നാലും ഇമേജ് ഉണ്ടാകുന്ന എപ്പോഴും എവിടെയായിരിക്കും, ഈ എഫിനും ലെൻസിനും ഇടയിലായിരിക്കും. കേസ് ഓഫ് ഏതാണ്, കോൺകേവ് ലെൻസ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് റേ ഡയഗ്രം. ഈ കോൺകേവിന്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ചോദിക്കാം. കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് കോൺവെക്സ് ലെൻസിന്റെ ആണ്. കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രം എങ്ങനെ വരയ്ക്കാൻ ചിലപ്പോൾ പകുതിയൊക്കെ ആക്കി തന്നിരിക്കും, ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അതിന്റെ പ്രത്യേകതകളും എഴുതാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അത് കൃത്യമായിട്ട് വരയ്ക്കണം, പഠിക്കണം. റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ആരോ മാർക്ക് വിട്ടുപോകല് കേട്ടോ. വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ലെൻസ് വരയ്ക്കണം, പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുക, ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തുക, ഫോക്കസ് അടയാളപ്പെടുത്തുക, ഒബ്ജക്റ്റ് ഇതൊക്കെ കൃത്യമായിട്ട് വരയ്ക്കണം. പിന്നെ എപ്പോഴും വരയ്ക്കുമ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാവുള്ളൂ, എങ്കിലുള്ള കറക്റ്റ് പൊസിഷനിൽ ഇമേജ് ഉണ്ടാകത്തുള്ളൂ. എല്ലാവർക്കും ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലിയർ ആക്കി പോകണം, മനസ്സിലാക്കി പോകണം. ഇത് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഹയർ ക്ലാസ്സുകളിലേക്ക് +2 ആവശ്യമുള്ള കാര്യമാണ്. അന്നേരമൊക്കെ നമുക്ക് ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം ആ ഹയർ ക്ലാസ്സിലേക്കുള്ള ഒരു ബേസ് ആണെന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ആ ഒരു കൺസെപ്റ്റോടു കൂടി പഠിച്ചു പോയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ഉപകാരമായിട്ട് മാറത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെയൊക്കെ ഒന്ന് കാണുക. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരണം. അതുപോലെയൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഇത് തറവായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.